സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ മുടിമുറിക്കൽ സമരം തുടരുകയാണ്. സമരം പ്രഖ്യാപിച്ച 50 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അതിനിടയിൽ നിരാഹാര സമരം. ആ രീതിക്ക് പോകുന്ന മുന്നോട്ട് പോയ സമരത്തെ അവഗണിച്ച് പരിഹസിച്ച് അത് ഒരാവശ്യവുമില്ലാത്ത സമരം എന്ന് പറഞ്ഞ് ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന കൂട്ടം എന്ന് വിമർശിച്ച് ഒക്കെ മുന്നോട്ട് പോയ ഭരണകൂടത്തോടുള്ള പ്രതിഷേധമായി അവനവന്റെ മുടി മുറിച്ചെറിയുകയാണ് ആശാവർക്കർമാർ. ഈ സമരം ഇവിടെ അവസാനിക്കില്ല, നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന തലത്തിൽ ഇത് അവസാനിക്കില്ല, ഇനി എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നവർ പറയുകയാണ്. പ്രതിഷേധമുണ്ട്, രോഷമുണ്ട്, കണ്ണുനീരുണ്ട്, ഇടർച്ചയുണ്ട്, എല്ലാ വികാരങ്ങളും കാണാൻ കഴിയുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ നിന്ന്. മുടിമുറിച്ചുള്ള പ്രതിഷേധം അത് തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് തലമുണ്ടനം ചെയ്യുന്നതിനിടെ സമരക്കാർ പ്രതികരണം അറിയിച്ചത്. വല്ലാത്ത വേദനയോടെയാണ് തങ്ങൾക്ക് ഇങ്ങനെയൊരു കടുത്ത രീതിയിലുള്ള പ്രതിഷേധ മാർഗം സ്വീകരിക്കേണ്ടി വന്നത്. ഇത്രയും നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരം ചെയ്തിട്ടും, ഈ മഴയും വെയിലിനെയും ഒക്കെ അതിജീവിച്ച് സമരം ചെയ്തിട്ടും അനുഭാവപൂർണ്ണമായ ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. പലയിടങ്ങളിൽ നിന്നായി, പല കോണുകളിൽ നിന്ന് വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിച്ചുവെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണന മനോഭാവമായിരുന്നു ഈ ദിവസങ്ങൾ അത്രയും പിന്നിടുമ്പോഴും ഉണ്ടായത്. പൂർണ്ണമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ള നടപടിയിൽ കൂടിയാണ് ഇതിൽ വേണ്ടത് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തത്. ഒരു ഡൽഹിക്ക് പോയി 1-ാം നമ്പർ വാങ്ങി വന്നില്ലേ, ഞങ്ങളുടെ കൂടെ അധ്വാനത്തിന്റെ ഫലമല്ലേ എന്ന് ചോദിക്കുകയാണ്. കോവിഡ് വന്നു, ഓരോ വീട്ടിലും അടച്ചിട്ട വാതിലിന് മുന്നിൽ ചെന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം എന്ന് ചോദിച്ച് വാതിൽ തുറന്നു. ഒരുപക്ഷെ കാത്തു നിൽക്കുന്നത് രോഗമാണോ എന്നറിയാതെ അവനവന്റെ ജീവൻ തന്നെ പണയം വെച്ച് ഞങ്ങൾ നേടിത്തന്നതല്ലേ ഈ 1-ാം സ്ഥാനം എന്ന് ചോദിക്കുന്നുണ്ട് ആശാവർക്കർമാർ. അന്ന് കോവിഡ് ബാധ ഏറ്റു വീണു പോയവർ ഞങ്ങളിലേറെയാണ് എന്ന് പറയുന്നുണ്ട്. തെരുവ് നായ പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിന്ന സമയത്ത് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നുപോയ എത്രയെത്ര ആശാവർക്കർമാർ തെരുവ് നായയുടെ വിഷബാധയ്ക്കിരയായിട്ടുണ്ട് എന്നവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ ഞങ്ങളുടെ സർവീസിന് 232 രൂപയിൽ നിന്ന് ഒരല്പം കൂട്ടി ചോദിച്ചതിനാണോ ഞങ്ങളെ ഈ പെരുവഴിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആശാവർക്കർമാർ. തൊഴിലാണോ സന്നദ്ധ പ്രവർത്തനമാണോ എന്ന ചർച്ചകൾക്കിടെ കുറേ മനുഷ്യർ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായി കണ്ട് അത് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിൻ്റെ പരിഹാരമാർഗങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും താഴേക്കിടയിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങിയ അമ്മമാരാണ് ഇപ്പോൾ ഈ പ്രതിഷേധവും മാർഗമായി നിൽക്കുന്നത്. ഇപ്പോൾ പോലും ഈ സമരമുഖത്ത് നിൽക്കുമ്പോൾ പോലും വീടുകളിൽ ചെന്ന കാര്യങ്ങൾ അന്വേഷിച്ച് ജോലിയും ഒരു വശത്തുകൂടെ കൊണ്ടുപോകുന്ന സമരക്കാർ വരെയുണ്ട്. ഇപ്പോൾ ആ മുണ്ടനം ചെയ്ത മുടി ഉയർത്തിപ്പിടിച്ചുള്ള പ്രതിഷേധ ജാഥയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആശാവർക്കർമാരുടെ സമര പരിസരത്ത് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഈ സമരം ഇത് അതിതീവ്രമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കണ്ണീരോട് കൂടിയാണ് മുടി മുറിക്കാൻ അവർ ഇരുന്നു കൊടുക്കുന്നത്, തല മുണ്ടനം ചെയ്യാൻ ഇരുന്നു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതവരുടെ സഹനത്തിന്റെ അങ്ങേയറ്റത്തെ പ്രതീകമായാണ് അവരത് നിറവേറ്റുന്നത്. അങ്ങനെ ഈ സമരം ഇവിടെ അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാതെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടാതെ ഇവിടെ നിന്ന് അവഗണിച്ചോ അധിക്ഷേപിച്ചോ ഇറക്കി വിടാൻ കഴിയില്ല എന്നുള്ള തുറന്ന പ്രഖ്യാപനം കൂടി ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയല്ലേ? 50-ാം ദിവസമാകുമ്പോഴും ഈ സമരത്തിന്റെ പോരാട്ട വീര്യം ഒട്ടും ചോരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആദ്യ ദിനം മുതൽ ഉള്ള ഒരു ആവേശം ഇപ്പോഴും അവർക്കുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഒരടി പിന്നോട്ടില്ല എന്ന് ആശാവർക്കർമാർ വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇന്നിപ്പോൾ മുടിമുറിച്ചുള്ള സമരം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ അതും കടന്ന് തലമുണ്ടനം ചെയ്തുള്ള സമരത്തിലേക്ക് പോവുകയാണ് അവർ. അങ്ങനെ അതിവൈകാരികമായ മുഹൂർത്തത്തിലൂടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പെരുന്നാൾ ദിനം കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ ചർച്ച നടക്കുന്നുണ്ടോ, ഈ പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിരാശാജനകമാണ് കാര്യങ്ങൾ. ഒരു ചർച്ചയും നടക്കുന്നില്ല. ആരോഗ്യമന്ത്രി നിയമസഭയിലേക്ക് വിളിച്ച് ഈ ആശാവർക്കർമാരുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ച എന്ന് പോലും അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ആശാവർക്കർമാർ ഇപ്പോഴും പറയുന്നത്.
അത് ഇവരോട് സമരം അവസാനിപ്പിച്ച് മടങ്ങണം, തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യമായ ചർച്ചകളൊന്നും അന്ന് നടന്നിരുന്നില്ല. അതിനുശേഷം ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര, അതിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ വളരെ വൈകാരികമായി കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ മുറിച്ച മുടിയുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പ്രകടനമായി പോവുകയാണ്. ഇതിനുശേഷം വീണ്ടും അവർ ഈ സമരമിരിക്കുന്ന നോർത്ത് ഗേറ്റിൻ്റെ അവിടേക്ക് പോകും. മുടി മുറിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. മറ്റ് പല സമരവും നടത്തിയിരുന്നു, പക്ഷേ അതിലൊന്നും സർക്കാർ കണ്ണു തുറന്നില്ല. ഇനിയെങ്കിലും ഒരു തീരുമാനമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ മുടി മുറിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ കാരണം? ഏറ്റവും കൂടി എന്താ പ്രത്യേകിച്ച് പറയേണ്ട, ഇത്രയും സമരം ചെയ്തിട്ടും അവർക്ക് കണ്ണു തുറക്കുന്നില്ലല്ലോ. ഇതിലെങ്കിലും കണ്ണ് തുറക്കട്ടെ എന്നുള്ള ഇതാണ്. ഈ സമരത്തിലൂടെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ, ഇന്നൊരു പെരുന്നാൾ ദിനമാണ്. ആ പെരുന്നാൾ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്ന കാഴ്ച ഇതാണ്. ഇനിയിപ്പോൾ ഇത്രയും സമയമായിട്ടൊരു ചർച്ചയ്ക്കുള്ള തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രി ചർച്ച നടത്തി, അതിലൊരു തീരുമാനവുമില്ല. ഇനിയിപ്പോൾ ഇത് എവിടെ പോയി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഒന്നാം ദിവസം ഇവർ സമരം നടത്തുമ്പോഴുള്ള മനോഭാവം, അതായത് ഇത് ഉടനെ പരിഹരിക്കപ്പെടും. കാരണം ആരോഗ്യമന്ത്രി വനിതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഇത്തരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരില്ല. കാരണം എല്ലാ ഘട്ടത്തിലും, പ്രവർത്തനങ്ങളിലെ എല്ലാ ഘട്ടത്തിലും ഞങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ഭരണകൂടമാണ് ഉള്ളത് എന്ന വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും കഴിയുന്നതോറും നമ്മളോട് ചോദിക്കും എന്താകുമെന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ദിവസം അത് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് മുൻപത്തെ ദിവസമായിരുന്നു. അന്ന് സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്കെല്ലാം അവസാനിപ്പിച്ച് പോകാൻ കഴിയുമല്ലോ, വീട്ടിലേക്ക് പോകാൻ കഴിയുമല്ലോ, വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമല്ലോ, അവകാശങ്ങളൊക്കെ നേടി പോകാൻ കഴിയുമല്ലോ എന്ന് പ്രതീക്ഷിച്ച മുഖങ്ങൾ അന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ വിങ്ങിപ്പൊട്ടുന്നത് കണ്ടതാണ്. കാരണം ആ ചർച്ച ഒന്നും ആകാതെ പോയി. പിന്നീട് മനസ്സിലുള്ളൊരു ദിവസം 8-ാം തീയതിയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അവർ ഒരുപക്ഷെ കനകക്കുന്നിലോ മറ്റ് വേദികളിലോ ആദരവ് ഏറ്റുവാങ്ങുകയും സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരന്ന് സെക്രട്ടറിയിൽ തന്നെയാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ ഒരു ഗതിയും ഇല്ലാതെയാണ് നിരാഹാര സമരത്തിലേക്ക് വരുന്നത്. കാരണം ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവരുടെ വീട്ടിൽ പോയി നേരിട്ട് കണ്ടതാണ്.